അടിപൊളി കാടാണ്, തിക്ക് ഫോറസ്റ്റ്. ഞാനിന്ന് നിൽക്കണതേ നമ്മുടെ സത്യമംഗലം കാട്ടിലാണ്. പണ്ട് നമ്മുടെ വീരപ്പൻ്റെ സത്യമംഗലം കാട്. അപ്പോൾ ആ സത്യമംഗലം കാടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണോട്ടെ. ആദ്യമായിട്ടാണ് ഗിരീഷ് മണ്ഡല വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹായിച്ചു. നമുക്ക് നേരെ ആ കാടിൻ്റെ കാഴ്ചകളിലേക്ക്. കർണാടകത്തിലും തമിഴ്നാട്ടിലുമായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സത്യമംഗലം വന്യജീവി സംരക്ഷണ കേന്ദ്രം. 2008 ഇത് സ്ഥാപിതമായത്. പിന്നീട് ഇത് 2011 ശേഷി വർദ്ധിപ്പിച്ച് 1411 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രവും 4ാമത് പ്രൊജക്ട് ടൈഗർ റിസർവ് കേന്ദ്രവുമാണ്. കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന നിബിഡ വനമുണ്ട്. കൊക്കനക്കൽ സത്യമംഗലം മുതൽ മാതേശ്വരം മല, വയനാട്, മുത്തിന്, നീലഗിരി കുന്നുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന കൊടുങ്കാട്. ആർക്കും പെട്ടെന്ന് കടന്നെത്താൻ കഴിയാത്ത ഈ ഘോര വനമാണ് നമ്മുടെ വീരപ്പൻ സ്വൈരവിഹാരത്തിന് വഴിയൊരുക്കുന്നത്. വന്യമായ കാടിന് നിഗൂഢതയോ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളോ വീരപ്പൻ വേട്ടയ്ക്ക് ഭരണകൂടം നിയോഗിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് മനസ്സിലായിരുന്നില്ല. മാതേശ്വരം കാട്ടിലാണ് പാലാർ നദിയോട് ചേർന്ന കർണാടക വനംവകുപ്പ്. ഈ റോഡിൽ നിന്നും മൈസൂരിലേക്ക് നീളുന്ന പാതയുണ്ട് കേട്ടോ. ഒരു ഡാം കഴിഞ്ഞാൽ രണ്ടായിട്ട് തിരിയും. ഒന്ന് മാതേശ്വരം മല ചുറ്റി കൊല്ലക്കൽ വഴി മൈസൂരിലേക്ക് നീളും. മറ്റൊന്ന് പാലാർ ചെക്ക് പോസ്റ്റ് വഴി ഗോപിനാഥം പിന്നിട്ട് ഹൊഗനക്കലിലേക്കും. നിബിഡമായ ഈ വനത്തിനുള്ളിലെ നീളുന്ന പാതകൾ പാലാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കർണാടകമായി. ഹൊഗനക്കലിലേക്ക് നീളുന്ന ഈ പാതയിലാണ് ചെങ്കോപ്പടിയ എന്ന കുഗ്രാമം. കന്നഡയിൽ ഈ ഗ്രാമത്തെ ഗോപിനാഥം എന്നാണ് വിളിച്ചിരുന്നത്. 2000 ശേഷമാണ് ഇവിടെ ടാറിങ് പോലും വന്നിട്ട്. റോഡുകളൊക്കെ പൊട്ടിപ്പൊളഞ്ഞ നിലയിലാണ്. റോഡുകൾ പോലും 2000 ശേഷമാണ് നിർമ്മിക്കപ്പെട്ടത്. കാട്ടിലൂടെ ഉള്ള ഈ പാതയിൽ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഇരുന്നിട്ടാണ്. കർണാടകത്തിലെ ചാമരാജനഗർ ജില്ലയിലാണ് ഗോപിനാഥം സ്ഥിതി ചെയ്യുന്നത്. ഗോപിനാഥം എത്തുന്നതിന് മുമ്പ് മാതേശ്വരം കാട്ടിൽ ചെറിയൊരു ഊരുണ്ട്. ഭീമങ്കൽ എന്നാണ് ആ ഊരിനെ അന്നത്തെ ആൾക്കാർ വിളിച്ചു കൊണ്ടത്. കാമരാജഭട്ട ഗോവിന്ദൻ ജനിച്ചു വളർന്ന ഇടം. അതിനുമപ്പുറം ഗോപിനാഥം വീരപ്പൻ ജനിച്ച ഊര്. വന്യമൃഗശല്യം മൂലം ഇവിടുത്തെ പല ആളുകളും അന്ന് തോക്ക് നിത്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. വീരപ്പന് ഒളിയിടം നൽകുന്ന ആരോപിച്ച് വനംവകുപ്പ് പലരെയും ഉപദ്രവിക്കുകയുണ്ടായി. കർണാടകയിൽ നിന്നും ധർമ്മപുരി ജില്ലയിലേക്ക് കുടിയേറിയവർ കാവേരി കടന്ന് കാട്ടിൽ മുളവെട്ടാൻ വരുമായിരുന്നു. ഇവിടെ അവരെ വീരപ്പൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് പോലീസ് കാടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട്. എൻ്റെ അമ്മ ഒരു രക്ഷയിലിടാ. വേറൊരു മൂടാണ്, അതായത് സൈലൻറ്റ്. ഇടയ്ക്ക് 1-2 വണ്ടികളല്ലാതെ കൂടുതൽ വാഹനങ്ങളൊന്നുമില്ല. ഹെക്ടർ കണക്കിന് വനം. അതിൻ്റെ നടുവിലൂടെയുള്ള ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്താണ്. അത് സൈലൻസ്. നമ്മൾ ഈവനിങ് ടൈമൊക്കെയാണ് ഇതിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ പേടിച്ച് വിറക്കൂട്ടെ. അപ്പോൾ ഇതിലൂടെ പോകുന്ന ഓരോ വാഹനങ്ങളും വഴിയിൽ മൃഗങ്ങൾ എന്തെങ്കിലും വട്ടം ചാടോ എന്നൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളുണ്ടെങ്കിലും നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇതെല്ലാം ശ്രദ്ധിച്ച് പതിയെ നോക്കിയാണ് പോണത്. ഏതെങ്കിലും ഒരു മൃഗം വട്ടം ചാടുവാണെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാം, വേറെ അപകടങ്ങളൊന്നും ഇല്ലാതെ പോവുകയും ചെയ്യാമെന്നൊക്കെയുള്ള ആ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇതിലൂടെയുള്ള യാത്രകളെല്ലാം. സന്ധ്യ സമയത്തൊന്നും ഇതിൽ കൂടി പോകുന്നത് അത്ര സേഫല്ല. പണ്ടത്തെ അത്രയും പ്രശ്നങ്ങളില്ലെങ്കിലും എന്നാലും അത്ര സേഫല്ല. റോഡൊന്നും കുഴപ്പമില്ല. റോഡൊക്കെ ഇപ്പോൾ ടാർ ചെയ്ത് നല്ല പക്കയൊക്കെ ഇട്ടുണ്ട്. പിന്നെ വേറൊരു മൂഡാണ്, അതായത് നിശബ്ദമായിട്ട് സൈലൻസായിട്ട് വളരെ മനസ്സമാധാനമായിട്ടൊക്കെ ഒരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സത്യമംഗലം കാട് വഴിയൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം, ഇപ്പോൾ ഞങ്ങൾ നട്ടുച്ച സമയത്താണ് ഇതിലൂടെ പോയത്. എങ്കിലും നമ്മൾ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ താത്തുമ്പോഴേക്കും നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്താ പറയുക, മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിലും ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഒരു വേനൽക്കാല സമയമായതുകൊണ്ട് കാടാകെ വരണ്ട് ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ടൈമാണ്. എന്നാലും കാടിൻ്റെ ഭംഗി അതൊരു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഓരോ അടി മുന്നോട്ട് ചെല്ലുമ്പോഴും ആ കാടിൻ്റെ ആ ഭംഗി വളരെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ നമുക്ക് കാഴ്ചാനുഭവം വളരെ മനോഹരമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആകാശത്തിൻ്റെ ആ ഒരു മേഘത്തിൻ്റെ ആ ഒരു വൈറ്റും അതേപോലെ തന്നെ ആ ബ്ലൂ ഷെയ്ഡും കാര്യങ്ങളും അതേപോലെ തന്നെ ഈ വനത്തിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ശരിക്കും ആസ്വദിക്കാനുണ്ട്. പറഞ്ഞ് അറിയിച്ചാൽ മതിയാവില്ല, ഒരുപാട് ആസ്വദിക്കാനുണ്ട്. ഓരോ യാത്രകളിലും ഓരോ സമയത്തെ യാത്രകളിലും നമുക്ക് ഓരോരോ വൈബാണ് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരിക്കും. ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഉണങ്ങി നിൽക്കുന്ന ആ ഒരു ഇതും വെയിലിനെ എന്താ മറ്റേ
മഞ്ഞിൻ്റെ ഇടയിൽ കൂടി വെയിലിങ്ങനെ കുത്തിത്തുളച്ച് കയറി വരുന്ന ഈ ഒരു ഭംഗിയും ഇതൊക്കെ പല സമയത്തും പല ആ ഒരു രീതിയിലുള്ള ആസ്വാദനമാണ്. അപ്പോൾ നല്ലൊരു രസമുള്ളൊരു യാത്രയായിരുന്നു ഈ സത്യമംഗലം കാട്ടിലൂടെയുള്ള ഈ യാത്ര. ഞങ്ങളെല്ലാവരും ശരിക്കും ആസ്വദിച്ച്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വണ്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ ശരിക്കും വിജനമായൊരു വനപ്രദേശത്തോടു കൂടി സഞ്ചരിക്കുമ്പോഴുള്ള ആ ഒരു ഭീതിയും അതേപോലെ തന്നെ നമുക്ക് കാണാനുള്ള മൃഗങ്ങളെ കാണാനുള്ള ആ ആഗ്രഹമൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കൂട്ട. അപ്പോൾ ഞങ്ങൾ ഈ സത്യമംഗലം കാട് വഴി പോയപ്പോഴേക്കും എന്താ പറയുക, ഞങ്ങളുടെ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും ആ ഒരു കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനും സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ആ ഒരുപാട് ഹെയർ പിൻ വളവുകളൊക്കെ ഇറങ്ങി വരുമ്പോഴുള്ള ആ ഒരു സുഖവും അവിടുത്തെ ആ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മനോഹരമായൊരു യാത്ര തന്നെയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് പോലെ 1-2 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ വേറെ അധികം തിക്കും തിരക്കൊന്നുമില്ലാതെ സമാധാനപരമായി നമുക്ക് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് സേഫായിട്ട് എത്താനും അതേപോലെ തന്നെ നമുക്കൊരു അവിടുത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാനും ആ ശുദ്ധവായു ആസ്വദിക്കാനൊക്കെ നല്ലൊരു രസം തന്നെയായിരുന്നു ഈ യാത്രയിൽ. അപ്പോൾ എങ്ങോട്ടെങ്കിലും ബാംഗ്ലൂരൊക്കെ യാത്ര പോകുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ സത്യമംഗലം വഴി പോകാനായിട്ടൊക്കെ ശ്രമിക്കുക. നല്ല രസമുള്ള റൂട്ടാണ്, റോഡും നല്ല റോഡാണ്. അപ്പോൾ നമ്മുടെ വീരപ്പൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്രയും വലിയ വനത്തിനുള്ളിലാണല്ലോ വീരപ്പൻ ഇവിടെ കിടന്ന് ആറാടിക്കൊണ്ടിരുന്നതെന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് നമുക്ക് ഇവിടുത്തെ ഈ സൗന്ദര്യം വനസൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ബാംഗ്ലൂർ പഠിക്കുന്നവരും ജോലി വെക്കുന്നവരൊക്കെയാണ്. അപ്പോൾ റോഡ് മാർഗം പോകുന്നവരെല്ലാവരും ഒരു തവണ ഈ സത്യമംഗലം കാട് വഴിയൊക്കെ പോകണം. അടിപൊളിയാണ്, ഒട്ടും മിസ് ചെയ്യരുത്. നല്ല സൂപ്പർ യാത്രയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും അതേപോലെ തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.